നീറ്റ് PG പരീക്ഷയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. ഈ മാസം 15-ന് നടക്കാനിരിക്കുന്ന പരീക്ഷയ്ക്കെതിരെയാണ് ഹർജി നൽകിയിരിക്കുന്നത്. പരീക്ഷ രാവിലെയും വൈകിട്ടുമായി നടത്തുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹർജി. പരീക്ഷയുടെ തുല്യത നിലനിർത്താൻ ഒറ്റത്തവണയായി പരീക്ഷ നടത്താൻ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷനോട് കോടതി നിർദ്ദേശിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹർജിയിൽ നാഷണൽ മെഡിക്കൽ കൗൺസിലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസും പ്രതികരിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, ഒരു ദിവസം രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി പരീക്ഷ നടത്തുന്നതിനെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ. ഈ മാസം 15-ാം തീയതിയാണ് നീറ്റ് PG എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. ഇത് രാവിലെയും വൈകിട്ടുമായാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി വന്നിരിക്കുന്നത്. ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് രാവിലെയും വൈകുന്നേരവുമായി പരീക്ഷ നടക്കുമ്പോൾ അത് സ്വാഭാവികമായും അതിലുണ്ടാകുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ അത് മാറി ഉണ്ടാകാനുള്ള സാധ്യത, അതായത് കൂടുതൽ പ്രയാസമുള്ള ചോദ്യം രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ സെക്ഷനിലോ ഉൾപ്പെടാം. അത് ഈ കുട്ടികളുടെ പരീക്ഷയുടെ സുതാര്യതയെ ബാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല കുട്ടികളോടുള്ള അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളോടുള്ള അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 14-ന്റെയും അതേപോലെ തന്നെ ആർട്ടിക്കിൾ 21-ന്റെയും ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന് മുമ്പാകെ ഈ ഹർജി എത്തിയിരിക്കുന്നത്. ഈ ഹർജിയിലെ കേന്ദ്ര സർക്കാരിനോടും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോടും അതേപോലെ തന്നെ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷനോടും ഒപ്പം തന്നെ നാഷണൽ മെഡിക്കൽ കൗൺസിലിനോടും പ്രതികരിക്കുവാൻ വേണ്ടി സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നീലിമ. ശരി, നീറ്റ് PG പരീക്ഷയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി. ഈ മാസം 15-ന് നടക്കാനിരിക്കുന്ന പരീക്ഷയ്ക്കെതിരെയാണ് ഹർജി നൽകിയിരിക്കുന്നത്. വിവരങ്ങളാണ് എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും പങ്കുവച്ചത്.